നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ഇപ്പോൾ നാളെ, അതായത് 15-ാം തീയതി മേടമാസം 2-ാം തീയതി പ്രദോഷമാണ്. അത് വളരെ വിശേഷമാണ്. മേടമാസത്തിലെ പ്രദോഷമാണ്, ബുധനാഴ്ച പ്രദോഷമാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ്. നാളെ വിഷുവാണ്. അപ്പോൾ എന്ത് ദുരിതം ഉണ്ടെങ്കിലും, എന്ത് ദോഷം ഉണ്ടെങ്കിലും, എന്ത് ആപത്തുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കരകയറാനും മോചിതരാവാനൊക്കെ വളരെ വിശേഷമാണ് ഈ ബുധനാഴ്ച പ്രദോഷം കൂടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാളെ ബുധനാഴ്ചയാണ്, നാളെ പ്രദോഷമാണ്, മേടമാസം 2-ാം തീയതിയാണ്, വിഷുവാണ്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് പ്രദോഷം എന്നൊക്കെയാണ്. അപ്പോൾ അത് വളരെ വിശേഷമാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും എന്ത് ദുരിതം ഉണ്ടെങ്കിലും, എന്ത് ദോഷം ഉണ്ടെങ്കിലും, എന്ത് ആപത്തുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മറക്കാനും അതെല്ലാം പൊറുക്കാനും അതിൽ നിന്നൊക്കെ മോചിതരാവാനൊക്കെ വളരെ വിശേഷമാണ് ഈ പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ. എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേരുക, പ്രദോഷാഭിഷേകങ്ങളിൽ പങ്കുചേരുക. വളരെ വിശേഷമാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. എന്ത് രോഗാതുരതം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. ഒരു സംശയം വേണ്ട. എല്ലാവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേരുക. നാളെ പ്രദോഷമാണ്, 15-ാം തീയതി മേടമാസം 2-ാം തീയതി ബുധനാഴ്ച, നാളെ പ്രദോഷം. എല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.